ഒരു ഹോസ്റ്റലിൽ 100 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവിടെ എന്നും ഡിന്നറിന് ബ്രെഡും ബട്ടറുമായിരുന്നു കൊടുത്തിരുന്നത്. 20 വിദ്യാർത്ഥികൾക്ക് ബ്രെഡും ബട്ടറും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സന്തോഷത്തോടെ അത് കഴിച്ചു പോന്നു. എന്നാൽ 80 പേർ വളരെ വിഷമത്തോടെ പിറുപിറുത്തുകൊണ്ട് അത് കഴിച്ചുകൊണ്ടിരുന്നു. അവർക്ക് വെറൈറ്റി ആവശ്യമായിരുന്നു. ആ 80 സ്റ്റുഡൻസും ഹോസ്റ്റൽ മാനേജ്മെന്റിനോട് പരാതിപ്പെട്ടു. എന്നാൽ ബട്ടറും ബ്രെഡും ഇഷ്ടമായിരുന്നവർ നിശബ്ദരായിരുന്നു. ഹോസ്റ്റൽ സൂപ്പർവൈസർ ഒരു വോട്ടെടുപ്പിലൂടെ ഡിന്നർ മെനു തീരുമാനിക്കാം എന്ന് വാക്കുകൊടുത്തു. അദ്ദേഹം വോട്ടെടുപ്പിനായി കുറേ ഫുഡിൻ്റെ ചാർട്ട് കൊടുത്തു. ഏതിനാണോ കൂടുതൽ വോട്ട് അത് ഡിന്നറായി തീരുമാനിക്കും. വോട്ടെടുപ്പ് കഴിഞ്ഞു. 20 പേർ ബ്രെഡിനും ബട്ടറിനും വോട്ട് ചെയ്തു. 18 പേർ നൂഡിൽസിനും, 16 പേർ ബ്രെഡിനും ഓംലെറ്റിനും, അങ്ങനെ പല പല വെറൈറ്റിക്കായി പലരും വോട്ട് ചെയ്തു. 20 വോട്ടോടെ ബ്രെഡും ബട്ടറും വിജയിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ബ്രെഡും ബട്ടറും ഇഷ്ടമുള്ള കുട്ടികൾ ഒരേപോലെ ഐക്യത്തോടെ വോട്ട് ചെയ്തു. എന്നാൽ ബാക്കിയുള്ള 80 പേർ അവരവർക്ക് ഇഷ്ടമുള്ള വെറൈറ്റീസിന് വോട്ട് ചെയ്തു. ഹോസ്റ്റലിൽ വീണ്ടും ബ്രെഡും ബട്ടറും സെർവ് ചെയ്യാൻ തുടങ്ങി. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ബാക്കിയുള്ള ആ 80% സ്റ്റുഡൻസ് എന്നുവരെ ഒന്നിക്കുന്നില്ലയോ അത്രയും നാൾ 20% സ്റ്റുഡൻസിൻ്റെ ആഗ്രഹങ്ങളെ നടപ്പാക്കുകയുള്ളൂ. ഐകമത്യം മഹാബലം. കേട്ടിട്ടില്ലേ?